എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു പാർക്കിൽ പോയിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഫ്ലോറ ആൻഡ് ഫ്യൂന. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഒരു യാദൃശ്ചികമായി ഒരു ചേട്ടൻ നമ്മളെ പരിചയപ്പെടുകയും പാമ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ടുള്ളത് എൻ്റെ കഴുത്തിലിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരികയും നമ്മൾ ചോദിക്കുകയൊക്കെ ചെയ്തു. ആ ചേട്ടൻ നന്നായിട്ട് ഉത്തരം പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ പോകാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്. ഈ ചേട്ടൻ്റെ പേര് വിനോദ് എന്നാണ്. അപ്പോൾ ഞങ്ങളൊരു ചോദിച്ചു, എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് പാമ്പിനെ ഇത്ര പേടിയെന്ന്. ചേട്ടൻ പറഞ്ഞ മറുപടി എങ്ങനെയാണ്, അതായത് സിനിമ, ആൾക്കാരുടെ ചിന്ത, ഓടി വന്ന് പാമ്പ് നമ്മളെ ഒന്ന് കടിക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ടാണ് ആൾക്കാർക്ക് പൊതുവെ പാമ്പിനെ പേടിയും അറുപ്പും ഒക്കെ തോന്നുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഈ വളർത്തുന്ന പാമ്പുകളുടെ പല്ലെടുത്ത് കളഞ്ഞ് വളർത്തും. അങ്ങനെയൊക്കെ ചെയ്ത പാമ്പ് ചത്തുപോകുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ തന്നെ മനുഷ്യൻ്റെ തന്നെ പല്ലെടുത്ത് കളഞ്ഞാൽ നമുക്കൊരു ഭക്ഷണം കഴിക്കാനുള്ളൊരു താല്പര്യം കുറയുമല്ലോ. പല്ലില്ലാണ്ട് നമ്മൾ പല സാധനവും കഴിക്കാത്തൊരവസ്ഥ വരുമല്ലോ. ആ അവസ്ഥ തന്നെയാണ് പാമ്പിനും ഉണ്ടാവുന്നതെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് പാമ്പിന് പല്ലെടുത്ത് കളയുക അതൊക്കെ ഒന്നും ചെയ്യില്ല. ചെയ്താൽ പിന്നെ പാമ്പിന് ഭക്ഷണം കഴിക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അത് കടിക്കാനൊന്നും പറ്റത്തില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ പാമ്പിൻ്റെ വിഷത്തെക്കുറിച്ചും പറഞ്ഞു. വെനം എടുത്ത് കളയാനും പറ്റത്തില്ല. അതപ്പോൾ അതിനെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞു തന്നത്. ഇവിടെ ഈ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പാമ്പിനെ കുറിച്ചാണ് പറയുന്നത്. പാമ്പിനെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ മാത്രമേ അതായത് അവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ തിരിച്ച് ഉപദ്രവിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ മ്യൂസിക്കിൻ്റെ കോപ്പറേറ്റ് വന്നതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്ന് എടുത്തു പറയുന്നതാണ്. അപ്പോൾ പാമ്പ് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരില്ല. അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളെ ഇങ്ങോട്ടേക്ക് തിരിച്ച് കടിക്കുന്നത് എന്നാണ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. വേണമെങ്കിൽ ഒരു ടെറ്റനസ് ഇഞ്ചക്ഷൻ പോയിസണസ് അല്ലാത്തത് കാരണം ഇനി ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകും. ഇവര് റോയൽ ഫൈറ്റൻസ് എന്ന് പറയും. റോയൽ ഫൈറ്റൻസിലെ ബോൾ ഫൈറ്റൻസ് എന്നാണ് അവരുടെ പേര്. അപ്പം 2 പേരുണ്ട്. ആക്ച്വൽ നെയിം ഈസ് റോയൽ ഫൈറ്റൻ. പിന്നെ എല്ലാവരും പറഞ്ഞു പറഞ്ഞ ശീലമായിട്ട് ബോൾ ഫൈറ്റൻ എന്നുള്ള പേര് വന്നു. ബോൾ ഫൈറ്റൻ എന്ന് പറയാൻ കഴിയുന്നത് അവർക്ക് പേടിയായി കഴിഞ്ഞാൽ അല്ല, അവർ നമ്മളെ കാട്ടി പേടിയുള്ള ആൾക്കാരാണ്. അവർ കേൾ ചെയ്തിട്ട് ബോൾ ഷേപ്പിൽ കേൾ ചെയ്തിട്ട് അവർ തല നടുക്ക് വെച്ച് തിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഷേപ്പ് കൊണ്ടാണ് ബോൾ ഫൈറ്റൻ എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ദാറ്റ്സ് ദ ആക്ച്വൽ നെയിം വിച്ച് പീപ്പിൾ ആർ യൂസിങ്. ആക്ച്വൽ നെയിം ഈസ് റോയൽ ഫൈറ്റൻ. റോയൽ ഫൈറ്റൻ എന്ന പേര് കിട്ടാൻ കാര്യം വെച്ചാൽ പണ്ട് കാലത്ത് ക്യൂൻ ക്ലിയോപാട്ര ഇവരെ ജ്വല്ലറി ആയിട്ട് അണിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ ഐ നോട്ട് ഷുവർ ദാറ്റ്സ് നോട്ട് റെക്കോർഡിക്കൽ. അപ്പം അങ്ങനെയാണ് റോയൽ ഫൈറ്റൻ എന്നുള്ള പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ചാടി വീണ് അറ്റാക്ക് ചെയ്യുന്ന അത് സ്നേക്സിൽ എൻ്റെ അറിവില്ല, എൻ്റെ ചുരുങ്ങിയ അറിവില്ല, എനിക്കറിയാനുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ ഈ ഓടിച്ചിട്ട് അറ്റാക്ക് ചെയ്യാന്നുള്ളത്. കിങ് കോബ്ര അവർ ടെറിട്ടോറിയലാണ്. കാരണം അവരാണ് ഈ കാട്ടിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലീഫെല്ലാം കൂട്ടിയിട്ട് വലിയ നെസ്റ്റ് ഉണ്ടാക്കുന്നവർ. നമുക്ക് കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അറിയാനുള്ള ആൾക്കാർക്കാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇവരെ പറ്റി അറിയാനുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് കാണുമ്പോൾ അറിയാം. കാരണം വലിയ രീതിയിൽ കാട്ടിൽ കൂമ്പാരം കണക്കിന് ലീഫ് കൂടി കിടന്നാൽ അത് കിങ് കോബ്രയുടെ നെസ്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അതിന്റെ അധികം അടുത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരെ അറ്റാക്ക് ചെയ്യും. അത് ടെറിട്ടോറിയലാണ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം നമ്മൾ അങ്ങോട്ട് പോയി തട്ടേ പുട്ട് ചവിട്ടേ ചെയ്താൽ മാത്രം റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇവർക്കാണെങ്കിൽ അങ്ങനെ സാധനം റിയലി കൂൾ. പിന്നെ സ്നേക്സിനെ 1-2 ടൈം നമ്മൾ ഹാൻഡിൽ ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഈ മുകളിലൊരാളിരിക്കുന്നില്ലേ,
ചെറിയ എലിയാ? അത് ഇതിന് തീറ്റയായിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണോ? ഇവിടെ ബ്രീഡ് ചെയ്യുന്നവരാണ്. ആക്ച്വലി അവർ ഹുഡഡ് റാറ്റ്സ് അല്ലെങ്കിൽ ലാബ് റാറ്റ്സ് എന്ന് പറയും. കാരണം വെച്ചാൽ അവർ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വരുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്ന വെച്ചാൽ ഇവർ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം വീക്ക്ലി ഒരു റാറ്റ് അതാണ് ഇവരുടെ കണക്ക്. ഇവരുടെ മെറ്റബോളിസം സ്ലോ ആണ്. അപ്പോൾ ഒരു റാറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ, ആ സൈസ് റാറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 to 4 days അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. ആ ടൈമിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാറില്ല. കാരണം വെച്ചാൽ ആ ടൈമിൽ ഒരു 3 to 4 days ടൈമിൽ ഒന്ന് സ്നേക്കിനെ കൂടുതൽ ആ സമയത്ത് കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് സ്ട്രെസ് ആവും. നമ്മളെപ്പോലെ അവർക്കും സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരാണ്, മനസ്സിലായി. അപ്പോൾ അങ്ങനെ സ്ട്രെസ് ആവുന്ന സമയത്ത് സംടൈംസ് അത് ഓവർ സ്ട്രെസ്ഫുൾ ആകുമ്പോഴത്തേക്കും അവർ ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് അവർ സ്പിറ്റ് ചെയ്ത് കളയും. അത് പാമ്പിന്റെ ആരോഗ്യത്തിന് കേടാണ്. ചിലപ്പോൾ പാമ്പ് മരിച്ചു പോകാൻ കൂടി ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈം നമ്മൾ ഹാൻഡിൽ ചെയ്യില്ല. പിന്നെ രണ്ടാമത്തെ കഴിച്ചിരിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഫുഡിന്റെ സ്മെല്ലുണ്ടാവും. കാരണം ഇവിടെ ഉള്ളിലാണെങ്കിൽ ആ സ്മെല്ല് അവരുടെ സറൗണ്ടിങ്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സമയത്ത് കൈ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവരായിരിക്കും അടുത്ത ഫുഡ് വരെയാണല്ലോ. അപ്പോൾ നമ്മുടെ കൈ ഫുഡാണെന്ന് വെച്ചിട്ട് അവരൊരു പിടുത്തം പിടിക്കും. സോ ദാറ്റ്സ് എ ബൈറ്റ് ഫോർ us. അങ്ങനെയുള്ള സമയത്ത് ഹാൻഡിൽ ചെയ്യാറില്ല. രണ്ടാമത്തെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡിങ്, സ്കിൻ ഷെഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യാം. ഈ സമയത്തും അവർ ഹാൻഡിൽ ചെയ്യില്ല. കാരണം വെച്ചാൽ ഇവരുടെ ടോപ്പ് ലെയർ ആക്ച്വൽ ലെയർ സ്കിന്നിൽ പോയിട്ട് അടിയിൽ അടുത്ത സോഫ്റ്റ് സ്കിൻ വരുന്ന സമയമാണ്, മനസ്സിലായി. ഇപ്പം വളരെ ഫ്രിട്ടിലായിരിക്കും ആ സമയത്ത് അവർ ഹാൻഡിൽ ചെയ്ത് അവർക്ക് കുറച്ച് വേദനിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ സ്നേക്കിനെ കൂടുതൽ ഉപദ്രവിക്കാറില്ല. ഹാൻഡിൽ നമ്മൾ ഉപദ്രവിക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഹാൻഡിൽ ചെയ്യാറ്. അപ്പോൾ എല്ലാ ആൾക്കാരും എത്രയും ജെന്റിലായാലും എത്ര നല്ല പെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, അൺനെസസറി ഉപദ്രവിക്കുന്ന ആൾക്കാരല്ലേ. ഇനി എൻ്റെ കയ്യിൽ നിന്ന് സ്പ്രെഡ് ചെയ്തു ഒന്നും ചെയ്യില്ല, എൻ്റെ ഗ്യാരണ്ടിയാണ്. തൊട്ട് നോക്കിയോ, തൊട്ട് നോക്കി. എൻ്റെ ഫാമിംഗ് സ്പ്രെഡ് ചെയ്തു, പിടിക്കേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. എന്നാ ഫീല് ഒന്നുമില്ല. അതൊരു ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇങ്ങനെ പാമ്പിനെ പിടിക്കാൻ പറ്റുക നമ്മൾ പറമ്പിൽ കിടക്കണ പാമ്പിനെ നിന്ന് എടുക്കാൻ പോലെട്ടാ. അത് അബദ്ധമായി പോകും. നമ്മൾ അറിയാതെ ഒരു സ്ഥലത്തിന് പോയി അപ്രോച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാനത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഡയലോഗാണ്. എല്ലാം ചെയ്തിപ്പിച്ചിട്ട് അവസാനം പറയും ഇവിടെ എടുത്തെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് എടുക്കരുത്. നല്ല മിനുസാ കേട്ടാ. ആക്ച്വലി നമ്മൾ ഇതിനെ പറയുന്നത് ഒരു ഷോ ഓഫ് എന്നാണ് ആൾക്കാർ കരുതുന്നത്. നമ്മളെ പോലെ തന്നെ സ്നേക്സിന് ബോൺസും സ്പൈൻസും എല്ലാം ഉണ്ടാവും. അപ്പോൾ അവര് കറക്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേദനിക്കും. അപ്പൊ ഇത് ആൾക്കാർ ഇതാകുമ്പോഴത്തെ കറക്റ്റ് ഈവൻലി സപ്പോർട്ടഡ് ആണ്. ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യവുമില്ല. സ്നേക്ക് കംഫർട്ടബിൾ ആണ്. ഇരിക്കുന്നില്ലേ അത് സ്നേക്ക് ടച്ച് ചെയ്ത് നോക്കാം. അല്ല ജസ്റ്റ് ഫീൽ ചെയ്ത് നോക്കി. ഇത്രയും മാറ്റോട്ട് സൂക്ഷിച്ചു കേട്ടോ. ഇതിനെ മേടിച്ചിട്ട് വേണം പോയി വീഴരുത്. ജസ്റ്റ് ഒന്ന് ഒരു വിരലുകൊണ്ട് ടച്ച് ചെയ്തു. ആ പേടിയൊക്കെ പോയി പോയിക്കോളൂ. അങ്ങനെ ദേവുവിൻ്റെ ചെറിയ പേടി കാരണം പാമ്പിനെ ഒന്നും തൊടാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, പുതിയൊരു അറിവ് നൽകിയെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ. താങ്ക് യു ഫോർ വാച്ചിങ്.